മധ്യ കേരളത്തിലെ കാര്യം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കിരണിലേക്ക് പോവുകയാണ്. കിരൺ, നമുക്ക് മധ്യ കേരളം എന്ന് പറയുമ്പോൾ പ്രധാനമായും പാലായൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയം ഇനിയും പലയിടത്തും പൂർത്തിയായിട്ടില്ല. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ LDF അങ്ങനെ സജീവമായിട്ട് അങ്ങനെ രംഗത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. BJPയും കളത്തിലിറങ്ങാനുള്ളൊരു തത്രപ്പാടിലാണ്. മൊത്തത്തിൽ മധ്യ കേരളത്തിലൊരു വിവരം എങ്ങനെയാണ്, എന്താണ് ചിത്രം? ശ്രീജ, മധ്യ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാല അടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയാകുന്നത്. നേരത്തെ LDF അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ, അതായത് CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണി വിഭാഗം ചെറിയ രീതിയിലുള്ള എതിർപ്പുകളെല്ലാം തന്നെ പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെട്ടിരുന്നത് 13 സീറ്റുകളായിരുന്നു. അതിൽ നേരത്തെ തന്നെ ഈ പേരാമ്പ്രയും കുറ്റ്യാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഈ 13 സീറ്റ് എന്നുള്ളൊരു ആവശ്യം, അത് കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ആവശ്യം ഇത്തവണയും നിറവേറ്റാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഒരു പ്രതിഷേധം തന്നെയാണ് ജോസ് കെ മാണി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ പേരാമ്പ്ര സീറ്റിൽ കഴിഞ്ഞ തവണയും വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ജോസ് കെ മാണി വിഭാഗം ഈ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ചില പ്രതിഷേധങ്ങൾ അവിടെ CPMന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അവിടെ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പകരം ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ ആ സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്തവണയും സീറ്റില്ല എന്നുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വെച്ച 13 സീറ്റ് എന്ന കാര്യം ഇത്തവണയും ഉറപ്പാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഏതായാലും മറ്റ് സീറ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പാലാ സീറ്റിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ആ കാര്യം നേരത്തെ തന്നെ പല രീതിയിലുള്ള ചർച്ചകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഏതായാലും പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് തന്നെ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ 13 സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പാലാ സീറ്റിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ജോസ് കെ മാണിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് ഇതാണെങ്കിൽ ഇനി ആലപ്പുഴയാണ് CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ച് മറ്റൊരു തലവേദനയായി നിൽക്കുന്നത്. അത് G. സുധാകരൻ ഉന്നയിച്ചിട്ടുള്ള വെല്ലുവിളികൾ തന്നെയാണ്. G. സുധാകരൻ ഏതായാലും അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ പോകുന്നു. G. സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഏതായാലും കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇനിയും വ്യക്തത ലഭിക്കേണ്ടത്. അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കൂടുതൽ സജീവമായി രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ഏതായാലും G. സുധാകരനെതിരായിട്ട് CPM കടുത്ത നടപടികളുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനെതിരെ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ പറവൂരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നത്. അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തന്നെ G. സുധാകരനെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ CPMും G. സുധാകരനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഏതായാലും കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിക്ക് G. സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു കാര്യം കണ്ടറിയണം. ആലപ്പുഴയിൽ നിന്ന് ഇനി എറണാകുളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതായാലും എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ കളമശ്ശേരിയും ഒപ്പം തന്നെ കൊച്ചിയിലും വൈപ്പിനിലും അടക്കം സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. കൂടാതെ തന്നെ പറവൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ നേരത്തെ തന്നെ LDF അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും പ്രചരണ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ ഇന്നലെയാണ് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ഉണ്ടായതെങ്കിൽ പോലും മിനിഞ്ഞാന്ന് മുതൽ തന്നെ അവിടെ LDFന് വേണ്ടി പറവൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള E.T. ടൈസൺ പ്രചരണ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങിയിരുന്നു. അദ്ദേഹം നിലവിൽ ഇപ്പോൾ കയ്പമംഗലം MLA ആണ്. അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് പറവൂരിലേക്ക് മത്സരിക്കാനായിട്ട് എത്തിയത്. വലിയ രീതിയിൽ തന്നെ LDF പ്രവർത്തകർ സ്വീകരണമൊക്കെ നൽകിക്കൊണ്ട് E.T. ടൈസൺ മാസ്റ്ററുമായിട്ട് മണ്ഡലത്തിൽ പര്യടനമൊക്കെ നടത്തിയതാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഇത്തവണ ചരിത്രം രചിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് LDF പങ്കുവെക്കുന്നത്. ഏതായാലും വലിയൊരു മത്സരം പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. കാര്യം അത്തരത്തിൽ വലിയൊരു ജനപിന്തുണയുള്ള ഒരു നേതാവിനെ തന്നെയാണ് ഏതായാലും LDF അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ ചർച്ച തന്നെയാണ്. ഏതായാലും എറണാകുളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറവൂരാണ് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത്. കൂടാതെ
കുന്നത്തുനാടാണ് മറ്റൊരു മണ്ഡലം. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തുനാട്. അവിടെ പി വി ശ്രീനിജനാണ്, അതായത് LDFന്റെ പി വി ശ്രീനിജനാണ് നിലവിലെ MLA എങ്കിൽ പോലും പി വി ശ്രീനിജന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി. ഏതായാലും ഇത്തവണ നേരത്തെ തന്നെ 2020യുടെ സ്ഥാനാർത്ഥി, അതായത് 2020 NDAയുടെ ഭാഗമായി ചേർന്നിട്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു. കഴിഞ്ഞ ദിവസം NDA അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ നടന്നത്. ബാബു ദിവാകരൻ, കോൺഗ്രസ് നേതാവ്. ശരി കിരൺ, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ ശ്രദ്ധയാകർഷിക്കുകയാണ്. ആരൊക്കെ മത്സരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ മത്സരം എന്നുള്ളതൊക്കെ ഒരു ആകാംക്ഷയിൽ തന്നെയാണ്.